കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ വേറൊരു രീതിയിൽ കറി വയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ചപ്പാത്തിക്കും നെച്ചോറിനൊക്കെ പറ്റിയ രീതിയിൽ. അതിന് വേണ്ടി 1 കിലോ ചിക്കൻ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് കൂടെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അത് റെഡിയാക്കാം. അതിന് വേണ്ടി ഇപ്പോൾ ഒരു മസാല ഞാൻ തയ്യാറാക്കാം. ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ച ചിക്കൻ പീസുകൾ പറക്കി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മൊരിയണ്ട, നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിനൊരു അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ ചേർത്ത് വെച്ചതാണ് എങ്കിലും ഒരു സ്പൂൺ മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി ഇത്രയും കൂടെ നമുക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്കിവിടെ വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ആ എണ്ണയിലേക്ക് 2 സവാള കട്ട് ചെയ്തത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 ഏലക്ക, 3 പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മീഡിയം സൈസിലായിരിക്കണം. സവാള വഴണ്ട് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. സവാള വഴണ്ട് വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ് ചേരണം. 2 മിനിറ്റ് മൂടി വയ്ക്കാം. മസാല റെഡിയായപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടെ നമ്മൾ വെള്ളം വീട്ടി ചാലിച്ച് വെച്ചിരുന്നത് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വരുമ്പോൾ സ്വല്പം ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് സ്വല്പം ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരപ്പെടുത്ത പാത്രത്തിലാണ് ഞാൻ ചൂടുവെള്ളം എടുത്തത്. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കണം. ഗ്രേവി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ്. നമുക്കൊന്ന് അടപ്പ് മാറ്റി നോക്കാം. നല്ല മണം വരെയാണ്. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം.
ഞാൻ പറയും പോലെ എപ്പോഴും ഞാൻ പറയും പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചപ്പാത്തി, അപ്പം, നെച്ചോറ് ഇതിനൊക്കെ നല്ല പറ്റിയ കറിയാണ്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് ഇറക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.